പ്രയാസമില്ലാത്ത ആരുമില്ലല്ലോ, പ്രയാസമില്ലാത്തവരാരുമില്ലല്ലോ. എല്ലാവരും പ്രയാസമാണ്, എല്ലാവരും പരാതിയാണ്, എല്ലാവരും ദുആ ചെയ്യാ പറയുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ജീവിതത്തിൽ പ്രയാസങ്ങളുമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന മുസ്ലിമിനോട് കടങ്ങളുണ്ടായിട്ട്, മക്കളില്ലാഞ്ഞിട്ട്, നഷ്ടങ്ങൾ വന്നിട്ട്, രോഗങ്ങൾ പിടിച്ചിട്ട്, ഒരുപാട് വേദനകളും സഹിച്ചുകൊണ്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. നീ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഒരിക്കലും നിങ്ങൾ പറയല്ലേ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 12 വർഷമായി മക്കളില്ല. അവന്റെ മുഖത്ത് നിരാശയാണ്, അവന്റെ മുഖത്ത് നിരാശയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാ, നിരാശ വേണ്ട, നിരാശ വേണ്ട, നിരാശ ശിർക്കാണെന്ന് മഹാരഥന്മാര് പറയുകയാ. ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. പിന്നെ എന്തിനാ അല്ലാഹ് നിന്നെ വേദനിപ്പിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ചോദിക്കുകയാ, വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല ഉപ്പമാര്, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെറുതെ കടന്നു പോകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു നിനക്ക് കടം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ തന്നത്, നിന്റെ ശരീരം തളർത്തിയത്? നീ ചോദിക്കും, ഉസ്താദേ, ഉള്ളാളത്ത് കൂടെ കഞ്ചാവടിച്ച് നടക്കുന്നവനൊരു കുഴപ്പവുമില്ലല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാതെ നടക്കുന്നവനൊന്നുമില്ലല്ലോ, അല്ലാഹു അവനെ പന പോലെ വളർത്തുന്നല്ലോ. എന്തുകൊണ്ടാ എന്റെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹു ഇത്ര വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ അളക്കാനാ, നിന്റെ വിശ്വാസം അളക്കാനാ, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ സഹോദരാ. അല്ലാഹുവിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്കൊരുപാട് കണ്ണുനീര് തരുന്നത്, ഒരുപാട് രോഗം തരുന്നത്, ഒരുപാട് ദുഃഖം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിന്റെ മക്കളെ വേദനിപ്പിക്കുന്നത്. ഇതല്ല നിന്റെ ഈമാൻ അളന്ന് നോക്കുന്നതാണ്. ഇതൊക്കെ വെറുതെ വരുന്നതല്ലല്ലോ. അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളന്മാരെയല്ല, കള്ളുകുടിയന്മാരെയല്ല, വ്യഭിചരിച്ച് നടന്നവനെയല്ല, പലിശ തിന്നവരെയല്ല, അഹങ്കാരികളെയല്ല, പടച്ചവനെ കാഫിരീങ്ങളെയല്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂസുഫ് നബിയല്ല, യൂനുസ് നബിയല്ല, സുലൈമാൻ നബിയല്ല, അയ്യൂബ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യഹ്യാ നബിയല്ല. പടച്ചവനെ, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത്, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ
വേദനിപ്പിച്ചത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, അല്ലാതെ നമ്മളെയല്ല. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക. നമ്മൾ പറയും, ഉസ്താദെ ഞാൻ പള്ളിക്ക് കൊടുക്കും, മദ്രസയ്ക്ക് കൊടുക്കും, ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും, 5 വഖത്ത് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ടും അല്ല എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നല്ലോ. ഏത് കച്ചവടം ചെയ്താലും നേരെയാകുന്നില്ലല്ലോ. എത്ര കൊല്ലമായി ഉസ്താദെ മക്കളില്ലല്ലോ, എന്തെല്ലാം രോഗങ്ങളാ ഉസ്താദെ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പരാതി എല്ലാവർക്കും. എന്നിട്ട് പറയും, അല്ലാഹ് എന്തോ നിന്നോട് വൈരാഗ്യം. അല്ലാഹ്ക്ക് നിന്നോടൊരു വൈരാഗ്യമില്ല മനുഷ്യ, സ്നേഹം കൂടിയത് കൊണ്ടാ. സ്നേഹം കൂടിയ അല്ലാഹു അങ്ങനെ. അല്ലാഹു സ്നേഹം കൂടിയാൽ ആ മനുഷ്യന് പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും. അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈമാൻ അളക്കാൻ. എടാ, നിന്റെ ഈമാൻ ഒരു പനി വരുമ്പോ, ഒരു ക്യാൻസർ വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ തീർന്നു പോകുന്ന ഈമാനാണോ എന്ന് നിന്നെ അളക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ പേടിച്ച് വിറച്ച് നടക്കാ. ഇപ്പൊ മുസ്ലിമീങ്ങൾക്കൊക്കെ പേടിയാ. മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പേടി. എന്റെ പേടി ഉസ്താദെ, NRC വരുന്നു, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു, ഹിജാബിന്റെ വിഷയം വരുന്നു, തലാഖിന്റെ വിഷയം വരുന്നു. ഉസ്താദെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാണല്ലോ ഉസ്താദെ. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് ചെയ്യാനാ? പേടിച്ച് നടക്കാൻ നമുക്കൊക്കെ വല്ലാത്ത പേടി. ഏക സിവിൽ കോഡ് വന്ന നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് നടക്ക. പിന്നെ അല്ല എന്താടാ ചോദിച്ചത്? വെറുതെ പോകാൻ പറ്റുമോ സ്വർഗത്തില്? NRC എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ന് തുടങ്ങിയതാ. NRC എന്ന് പറഞ്ഞപ്പോ ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. ഞാൻ ചോദിച്ചത്, നമ്മളതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് എത്ര പേടിക്കാൻ എന്താ? NRC ഇപ്പൊ കേന്ദ്ര സർക്കാരല്ല തുടങ്ങിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് NRC നടന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സഹാബത്തിനോടും പറഞ്ഞു, മക്കയിൽ നിന്ന് സർവ്വതും ഉണ്ടാക്കിയത്, ഈ മക്കയിൽ നിന്നുണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നാട് വിട്ടോളാൻ. എന്താ പറഞ്ഞേ? ഈ മക്കയിൽ നിന്ന് സമ്പാദിച്ചത്, നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ ജാഗയും നിന്റെ സ്വത്തും, ഇത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും അല്ലാഹും മുഹമ്മദും കൂടെ പോടാ. എന്താ പറഞ്ഞേ? നീയും അല്ലാഹും മുഹമ്മദും കൂടെ പോടാ. അവര് പോകാൻ തയ്യാറായി. കാരണം അവർക്ക് അള്ളയായിരുന്നു വലുത്. ഇപ്പൊ നീ എന്താ പറയണേ? നാട് കടത്തും, വീട് പോകും, ജാഗ പോകും, സ്വത്ത് പോകും. അപ്പൊ നിനക്ക് അതാ വലുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ അനുകൂലിച്ചെന്ന് പറയരുത്. ഞാൻ ഒരിക്കലും അനുകൂലിക്കുകയല്ല, ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ നിങ്ങളോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു എല്ലാം ഇട്ടിട്ട് പോകാൻ. അവര് പറഞ്ഞു, ഇന്നാ എടുത്തോടാ, അല്ല തന്നത് എനിക്കെന്തിനാ, നീ എടുത്തോ. ഇന്നാ മക്കക്കാരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് ഉടുതുണിയും ഇട്ടുകൊണ്ട് മദീനത്തേക്ക് കടന്നുപോയി. മദീനത്ത് കടന്നുപോയപ്പോ 2 വീടുള്ളവർ 1 വീട് കൊടുത്തു, 2 വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സ്വത്തുള്ളവർ സ്വത്ത് കൊടുത്തു. എന്തിന്? 2ൽ കൂടുതൽ ഭാര്യമാരുള്ളവർ 1 ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്കിപ്പോ കരിച്ചാലും പൊരിച്ചാലും വറുത്താലും എന്തായാലും നമ്മൾ പോകുമല്ലോ. നമുക്കെന്ത് പേടി? ഞാൻ ചോദിക്കും, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിവിടെ കിടന്ന് ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ മുന്നിൽ നമുക്ക് അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അല്ല തന്നെ ചോദിക്കുന്നില്ലേ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ല ചോദിച്ച ചോദ്യം അല്ല തന്നെ എണ്ണി പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കുമെന്ന്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറയുകയാ, നിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് അല്ല തന്നെ പറയുന്നുണ്ട്. നീ എന്തിനെത്ര പേടിക്കണേ? ഒന്ന്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ല നിനക്ക് ഭയം തരുമടാ. മുസ്ലിം എന്ന് പറയാൻ നീ പേടിക്കും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കും. താടി വെച്ചവനും തലപ്പാവ് വെച്ചവനും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയക്കുന്ന ഒരു കാലം. ശത്രുക്കൾ നിന്നെ കൊല്ലും, നിന്നെ തിരിക്കും, എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴും നീ ഇങ്ങനെ നിൽക്കണം, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഒരു പടക്കം പൊട്ടിക്കുമ്പോ തീരാനുള്ളതോ എവിടെയെങ്കിലും പടക്കമല്ലേ തുടങ്ങിയുള്ളൂ, ഇനി അമുട്ടൊക്കെ വരാനിരിക്കല്ലേ. ഇപ്പൊ ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നമ്മൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ, ഇനി അല്ലാഹു എന്തെല്ലാം വരാൻ കിടക്കുന്നു. നമ്മൾ എന്താ ചിന്തിക്കാത്തത്? നമുക്ക് എന്ത് നോക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, എന്റെ ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. എന്തിന്? സിറാജ, നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ലടാ.
എടാ നീ മരിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല, അതിനു മുമ്പേ നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടണം. അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോഴേ ബാങ്കും ഇക്കാമത്തും കൊടുത്തിരിക്കുക, നിങ്ങളെ ഓരോരുത്തരെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ, മുകളിൽ ആകാശം താഴെ ഭൂമി. ഞാൻ പറയുന്നത് അള്ളാഹു പറയുകയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, നീ പതറരുത്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും കൂടെ ഒളിച്ചു പോയിട്ട് ഗുഹയ്ക്കകത്തിരിക്കുകയാ. രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കുകയാ. റസൂലുള്ള ചോദിച്ചു, എന്തിനാ അബൂബക്കർ നീ വിറക്കണേ? മുകളിലോട്ട് നോക്ക് നബിയെ, ശത്രു മുകളിലെത്തി. ഗുഹയുടെ മുകളിൽ ശത്രു നിൽക്കുകയാണ് നബിയെ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനകത്ത് അടിക്കുന്നുണ്ട്. ഓനെങ്ങാണം താഴോട്ട് നോക്കിയാ നമ്മളെ പിടിക്കും, അവനെങ്ങാണം താഴേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കും, കൊല്ലും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. എന്തിനാ നബിയെ ചിരിക്കണേ, എന്തിനാ നബിയെ ചിരിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കറെ, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എടാ എന്തിനാ ബദർ ദിനം വരുമ്പോ ബദരീങ്ങളുടെ ചരിത്രം പറയുന്നേ? 313 സഹാബത്ത് ഒട്ടിയ വയറും ഊരി പിടിച്ച വാളുവായിട്ട് ദാ പോയിട്ട് ദാ കയറി വന്നില്ലേ? ഈ ചരിത്രം വെറുതെ പറയണതാ? എന്തിനാ എത്രയോ യുദ്ധങ്ങൾ, ബദറും മുഹദും ഹന്തക്കും ഖൈബറും തബൂക്കും യർമൂക്കും, ഈ യുദ്ധങ്ങളൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കണത്? വെറുതെ ചരിത്രം പഠിക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, അള്ളാഹു പറഞ്ഞതാ നമ്മളെ ഭയപ്പെടുത്തും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ നിയമങ്ങളൊക്കെ വരുമ്പോ അംഗീകരിക്കണമെന്നല്ല സിറാജ് പറയുന്നത്. നമ്മൾ പ്രതിഷേധിക്കേണ്ടതുപോലെ പ്രതിഷേധിക്കണം, പക്ഷേ ഹൃദയത്തിൽ തട്ടരുത്, ഹൃദയത്തിൽ തട്ടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. പടച്ചവനെ, എന്തെല്ലാം സംഭവിച്ചാലും അള്ളാഹു നമ്മളെ കൈവിടൂലല്ലോ. മൂസാനബിയുടെ കയ്യിലിരുന്ന വടി കൊണ്ട് പടച്ചവനെ ചെങ്കടലിനകത്ത് അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ദുഃഖവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മദ്രസയിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈമാൻ കാര്യം 6 എണ്ണമാണ്. ഒന്നേന്ന് തുടങ്ങ്. ഈ മക്കാമിലെ ഉറൂസിന്റെ ദിവസത്തിൽ ഞാൻ പറയുകയാണ്, റജബ് മാസം വിട പറഞ്ഞ് ശഅബാനിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈമാൻ ഉറപ്പിച്ചോ, ഈമാൻ ഉറപ്പിച്ചോ. ഈമാൻ കാര്യം 6 എണ്ണമാണ്. അള്ളാഹിനെ കൊണ്ട് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വാസമുണ്ട്, അള്ളാഹിന്റെ ഖുർആനിനെ കൊണ്ട് വിശ്വാസമുണ്ട്, മുർസലീങ്ങളെ കൊണ്ട് വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വാസമുണ്ട്. ഒരാൾക്കും സംശയമില്ല, ഒരാൾക്കും സംശയമില്ല. ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും എല്ലാവർക്കും വല്ലാത്ത വിശ്വാസമാ. പക്ഷേ പിഴച്ചത് എവിടെയെന്നറിയുമോ, തെറ്റുപറ്റിയത് എവിടെയെന്നറിയുമോ? 6-ാമത്തെ കാര്യത്തിലാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ, ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. അത് അംഗീകരിച്ചാലേ ഈമാനുള്ളവനാകൂ, അത് അംഗീകരിച്ചാലേ നീ മുസ്ലിമാകൂ. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരെ വേദനിപ്പിക്കാൻ പറയുകയല്ല, ഞാൻ നിങ്ങളോട് പറയുകയാ, ഇല്ലാ യളമൽ ജസാ മാ യളമൽ ബലാ.
മനസ്സ് നിറയെ വേദനയുമായി, മനസ്സ് നിറയെ പ്രയാസവുമായി, സങ്കടവുമായി കടന്നു വന്നവരോട് ഞാൻ പറയുകയാ, ഇന്ന് പോകുമ്പോ സർവ്വതും മറന്നിട്ട് വേണം പോകാൻ. ഈ വെള്ളിയാഴ്ച രാവിലെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞു ദുആ ചെയ്തിട്ട് പിരിയുമ്പോ മനസ്സിലുള്ളത് മുഴുവനും ഇവിടെ കളഞ്ഞിട്ട് പോകൂ. എല്ലാ ദുഃഖങ്ങളും ഈ മണ്ണിൽ കുടിച്ചു മൂടിയിട്ട് പോകൂ. എങ്ങനെയാ പോകേണ്ടതെന്നറിയുവോ? ദുഃഖം മാറാനുള്ള വഴിയെന്താ? പ്രയാസം മാറാനുള്ള വഴിയെന്താ? അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്? അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്? ജീവിതത്തിൽ പ്രയാസവുമായി കഴിയുന്നവരെ, ഞാനും നിങ്ങൾ ഒരുപാട് ദുഃഖവുമായിട്ടാ ഇവിടെ വന്ന് ഇന്ന് ആ ഭാരം മൊത്തവും ഇവിടെ ഇറക്കി വെച്ചിട്ട് പോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വെച്ചിട്ട് പോവോ? ക്യാൻസർ രോഗമുണ്ടോ? ഇവിടെ വെച്ചിട്ട് പോ. ട്യൂമർ ഉണ്ടോ? കടവുണ്ടോ? എന്ത് പ്രയാസമുണ്ടെങ്കിലും ഇന്ന് ഇവിടെ വെച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയാൻ എളുപ്പമല്ലേ? പറയാൻ എത്ര എളുപ്പമല്ലേ? പറയാൻ എത്ര എളുപ്പമെന്തേ? പറയാൻ എളുപ്പമല്ല സഹോദര, പറയാൻ എളുപ്പമാ, ചെയ്യാൻ ഇത്തിരി പാടാ. ഒറ്റ ഹദീസ് ഓർത്താ മതി. ഞാൻ പറയുന്ന ഈ ഒരേ ഒരു ഹദീസ് നിങ്ങൾ ആരെങ്കിലും ഓർത്താ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചിരിച്ചുകൊണ്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായില്ലേ? നിർത്താറായില്ലേ? എന്നോട് 12 മണിയാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എനിക്ക് 4:45 കണ്ണൂരിന്ന് ട്രെയിൻ. 4:45 കണ്ണൂരിന്ന് ട്രെയിൻ കയറിയ നാളെ 12 മണിക്ക് എന്റെ പള്ളിയുടെ അടുത്തെത്തും. ആ ട്രെയിൻ കറക്റ്റ് ഓടിയാൽ, ഇല്ലെങ്കിൽ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. MLAക്ക് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താപ്പാ? എവിടെ നോക്കിയാലും നിങ്ങളുടെ ഫ്ലക്സേ ഉള്ളൂ. അല്ലാഹ് അൽഹംദുലില്ലാ, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യൻ. അൽഹംദുലില്ലാ, ആലിമീങ്ങളൊക്കെ വലിയ ജാടയൊന്നുമില്ല ചങ്ങാതി കേട്ടോ. എല്ലാവരും എവിടെ വെച്ച് നോക്കിയാലും അൽഹംദുലില്ലാ ഒരുപാട് നന്മയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണലും വളരെ കുറവാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടം എന്തുകൊണ്ടെന്നറിയോ? ഒരു MLAയുടെ മകള് ഹാഫിള. അതാ മനസ്സിലാക്കണ്ടേ. ഉസ്താദിന്റെ മകള് ഹാഫിളാണെന്ന് വെച്ചാൽ അള്ളാഹു അല. പള്ളിയിലെ പ്രസിഡന്റിന്റെ മോള് ഹാഫിളാണെന്ന് വെച്ചാൽ ഇല്ലടോ. ഇത്രയും പണവും അധികാരവും അള്ളാഹു കൊടുത്തിട്ടും സ്വന്തം മകളെ ഹാഫിളാക്കിയില്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. അള്ളാഹു ആ പൊന്നുമോൾക്ക് ഹിഫ്ള് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇരുത്തിയിട്ട് പൊക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ സന്തോഷത്തോടെ പോകാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഈ ഒരൊറ്റ ഹദീസ് നിങ്ങൾ ഓർത്താ ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞു പോയത് ഓർത്തിട്ട് സങ്കടം വരില്ല. ദുഃഖത്തിന്റെ, നിനക്ക് അള്ളാഹു തന്ന പരീക്ഷണത്തിന്റെ പേരിൽ ദുഃഖമുണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തെന്നറിയോ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്. ഉണ്ടോ? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? അതിന് കാശ് വേണോ? എന്നോട് എന്തിനാ പിണക്കം? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളെ. ഇത്രയും നേരം വഴന്നു പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഇല്ലേ? ഉറക്കപ്പറ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഈ മക്കാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് അല്ലാഹ് ഇന്ന് ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്ക് അല്ലാഹു ഇന്ന് ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. അതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളവാ. അങ്ങനെ കണ്ടാ മതി. അപ്പൊ നീ എന്ത് ചെയ്യണം? നാട്ടുകാരോട് മുഴുവനും എനിക്ക് രോഗവാ, എനിക്ക് കടവാ, എനിക്ക് പ്രയാസവാ. വരാൻ പോകുന്ന സന്തോഷം എന്തിനാ കടത്തി കളയണേ? വരാനുള്ളത് വഴി തങ്ങൂല, അത് വരിക തന്നെ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇന്നൊരാളെ കണ്ടു, ക്യാൻസർ, അദ്ദേഹത്തിന്റെ കിഡ്നി തകർന്നിരിക്കുകയാ, വലിയ പ്രയാസം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ പേടിക്കണ്ടേ? സമയമായാ മരി. എടാ, മരിക്കണമെങ്കിൽ ക്യാൻസർ വേണോ? മരിക്കണമെങ്കിൽ ക്യാൻസർ വേണോ? ട്യൂമർ വന്നവര് മാത്രമേ അല്ല, മരിക്കണമെങ്കിൽ സമയമായാ മതി. ഒരസുഖവും വേണ്ട. ഞങ്ങളുടെ നാട്ടില് ഒരു വാപ്പായിക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ കൊണ്ട് ചെന്ന ഉടനെ അള്ളാഹു ഐസിയുവിനകത്ത് കയറ്റി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, 48 മണിക്കൂർ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളെ.
48 മണിക്കൂറാ പറഞ്ഞത്. അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളാൻ. സത്യം പറഞ്ഞ ആ വാപ്പ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആശുപത്രി കൊണ്ടുപോയ മോൻ പള്ളിപ്പറമ്പിലും കിടക്കുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ഇതാ ഞാൻ പറഞ്ഞത്. ഇവിടെ മരിക്കേണ്ട സമയമായ മരിക്കും, അതിന് രോഗം വേണ്ട. പിന്നെ ടെൻഷൻ അടിച്ച ഒരു ഉപകാരമുണ്ട്, നേരത്തെ പോകാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് മാത്രമേ നേട്ടമുള്ളൂ. രോഗം പിടിച്ചിരുന്ന് ഇങ്ങനെ പേടിച്ച് തിന്നാതെയും കുടിക്കാതെയും ടെൻഷൻ അടിച്ച് നടന്ന എളുപ്പം പള്ളിക്കാട്ടി പോകാം. യാത്ര എളുപ്പമാക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, പേടിക്കണ്ട. ആ നല്ലത് കാത്തിരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തു പറയണം? അൽഹംദുലില്ല പറയണം. എന്ത് പറയണം? പറയൂ. SLC പരീക്ഷയ്ക്ക് തോറ്റു, കാത്തിരിക്കുകയാ. പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയി. റിസൾട്ട് വരുമ്പോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറയുവോ അൽഹംദുലില്ല? പറയോ? ജോലിക്ക് പോയി, ഇന്റർവ്യൂവിന് പോയി, ജോലി കിട്ടിയില്ല, പറയൂ അൽഹംദുലില്ല? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, ആരെങ്കിലും പറയൂ അൽഹംദുലില്ല? ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് ക്യാൻസറാ, അൽഹംദുലില്ല പറയൂല? പറയണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞ ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേർക്കും അള്ളാഹു ഒരു മകനെ കൊടുത്തു. വലിയ ഇഷ്ടമാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും വാപ്പായും മോനും ഒരുമിച്ച് നടക്കും, അത്രയ്ക്കും സ്നേഹം. ഒരു ദിവസം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. ഭർത്താവ് ഇത് പറഞ്ഞിട്ടാ പോയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞു, കുട്ടിക്ക് പനിയായി. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറണില്ല. പനി കൂടി അവസാനം മരിച്ചു കുട്ടി എവിടെ നിന്ന് മരിച്ചു? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, ഭർത്താവ് നാട്ടിലില്ല, കുഞ്ഞു മരിച്ചു, എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, മോ മരിച്ചുപോയി നബിയെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മു സുലൈം പറ അൽഹംദുലില്ലാ. ഉമ്മു സുലൈം, നീ പറ അൽഹംദുലില്ലാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അൽഹംദുലില്ലാ പറഞ്ഞു. തന്റെ പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞില്ല. അന്ന് പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ, മരണവാർത്ത അറിഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രിയിൽ ഉമ്മു സുലൈമിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം നാളെ രാവിലെ ഭർത്താവ് വീട്ടിൽ വരികയാ. മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. എന്താ ചെയ്യാ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ സമയമാകുമ്പോ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഇക്ക, എനിക്ക് ഇന്ന സാധനം വേണം. ആ പാവപ്പെട്ടവനെങ്ങാണം അത് കൊണ്ടുവരാതെ വീട്ടിൽ കയറി വന്ന നമ്മുടെ അവസ്ഥ ആലോചിക്കേ. എടാ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുമ്പിൽ നിന്നു. ഭർത്താവ് കയറി വന്നപ്പോ ചോദിച്ചു, മോനെന്തേ? അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. കള്ളം പറഞ്ഞു. മരിച്ചെന്ന് പറഞ്ഞില്ല. അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. വീടിന്റെ അകത്ത് കയറി കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു, നല്ല വസ്ത്രം ധരിച്ചു. എന്നിട്ട് പടച്ചവനെ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, ഭർത്താവ് പോയിട്ട് കുറെ ദിവസമായല്ലോ, ഇദ്ദേഹത്തിന് വികാരമുണ്ടാകുമല്ലോ. ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് മരിച്ചുപോയ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. അല്ലാഹുവേ, ശാരീരിക
ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, തൽഹാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, എന്റെ പെണ്ണെ, ആരെങ്കിലും അമാനത്തായിട്ടൊരു വസ്തു നൽകിയാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? അതാ ദീനുള്ള പെണ്ണങ്ങനാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആരെങ്കിലും അമാനത്തായി ഒരു വസ്തു നൽകി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മണ്ടിപ്പെണ്ണ്, ഇതുപോലും നിനക്കറിയില്ല? അമാനത്തായി നൽകിയത് തിരിച്ചു ചോദിച്ചാ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഉമ്മു സുലൈം കടന്ന് കരയുകയാ. അതുവരെ ശമിച്ചിരുന്ന ഉമ്മു സുലൈം കരയാൻ തുടങ്ങി. അബൂ തൽഹ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോനെ അല്ലാഹു തിരിച്ചെടുത്തു. തൽഹാ, റബ്ബേ, തകർന്നു പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തകർന്നു പോയി. പടച്ചവനെ കരയാൻ തുടങ്ങി. വല്ലാത്ത വേദനയാണ്. പടച്ചവനെ സഹിക്കാൻ കഴിയാത്തത്. വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യ പറഞ്ഞില്ലല്ലോ, അവൾ എനിക്ക് ഭക്ഷണം തന്നല്ലോ, അവളെ കിടപ്പറയിൽ എന്നെ വിളിച്ചു കയറ്റിയല്ലോ, അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞു കൊണ്ടോടുകയാ. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ തൽഹാ? നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച മറുപടി എന്തെന്നറിയോ? അബൂ തൽഹാ, അല്ലാഹു ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് നൽകിയില്ലേ തൽഹാ? നീ എത്ര വലിയ ഭാഗ്യവാനാ. അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു ഭാര്യ നൽകിയില്ലേ? ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയുക? 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മരിച്ച ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയുക? അവള് നിന്നോട് പറഞ്ഞില്ലല്ലോ, നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലല്ലോ, നിനക്ക് ഭക്ഷണം തന്നല്ലോ, നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നല്ലോ. എല്ലാ മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടല്ലേ അവള് ചെയ്തത്. അതുകൊണ്ട് അബൂ തൽഹാ, പറ അൽഹംദുലില്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാഹ് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു മകനെ തരും. അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്കൊരു മകനെ തരും, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യും. 9 മാസം കഴിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുകയാ. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാ, ഉമ്മു സുലൈം, പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാ. എനിക്ക് റബ്ബ് സന്തോഷം തന്നു നബിയേ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു എനിക്ക് സന്തോഷം നൽകി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുപോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അബ്ദുല്ലാ എന്ന് പേരിട്ടു. ലോകത്തിന്റെ നേതാവ് ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട്
അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ ആ പൊന്നുമകന്റെ വായിലേക്ക് മധുരം കൊടുത്തു. അൽഹംദുലില്ലാഹയുടെ പ്രതിഫലം കേൾക്കണോ? ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വളർന്നു. അവൻ ഹാഫിളായി. അവൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു. ആ വിവാഹത്തിലൂടെ 11 മക്കളെ കൊടുത്തു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന ചരിത്രം പറയുമ്പോ അല്ലാഹുവേ അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പ്രതിഫലമാ. അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണോ, നിനക്ക് ദുഃഖമാണോ, നിനക്ക് ദുരിതമാണോ, നിനക്ക് കടമാണോ, നിനക്ക് പ്രയാസമാണോ, നിനക്ക് എന്തൊക്കെ പ്രശ്നമാണെങ്കിലും നീ പറഞ്ഞോ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നഷ്ടമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിന്റെ പൊന്നാര മകന്റെ റൂഹ് പിടിച്ചു, മലക്ക് വന്ന് റൂഹ് പിടിച്ചു. എന്നിട്ട് നിന്റെ മകന്റെ റൂഹുമായിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ, അവന്റെ പൊന്നുമകന്റെ റൂഹ് പിടിച്ചപ്പോ, അവന്റെ പൊന്നുമകൻ മരിച്ചപ്പോ എന്റെ അടിമ എന്തു പറഞ്ഞു? മലക്കുകളെ, അൽഹംദുലില്ലാ, അവൻ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. അല്ലാഹു പറയുകയാ, കണ്ടോ എന്റെ അടിമയെ കണ്ടോ, അവന്റെ രക്തത്തിൽ പറന്ന പൊന്നുമകൻ മരിച്ചപ്പോ അവന്റെ പൊന്നുമോന്റെ ജീവൻ തിരിച്ചെടുത്തപ്പോഴും അവൻ അൽഹംദുലില്ലാ പറഞ്ഞത് കേട്ടോ. അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിലൊരു വീട് പണിയ്, നിങ്ങൾ അവന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയ്, ബൈത്തുൽ ഹംദ് എന്ന പേര് വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ മജ്ലിസിൽ ഇരിക്കുന്നവരോട് പറയുകയാ, അൽഹംദുലില്ലാ നാവില് വരട്ടെ, അൽഹംദുലില്ലാ നാവില് വരട്ടെ. അല്ലാതെ നിങ്ങൾ ദുഃഖിക്കല്ലേ, നിങ്ങളുടെ കുറ്റം പറയല്ലേ, എന്ന് പറയുന്ന വാക്കു പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നില്ല. എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറയല്ലോ, ഞാൻ അവിടെ പോയത് കൊണ്ടാ അത് സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയത് കൊണ്ടാ രക്ഷപ്പെട്ടെ. അങ്ങനെ ഒരു വാക്ക്, ലൗ എന്ന് പറയുന്ന വാക്ക് ഇബ്ലീസിന്റെ വാ തുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മക്കാമിന്റെ അകത്ത് കിടക്കുന്ന മഹാരഥന്മാർക്ക് അവർക്ക് യാതൊരു ദുഃഖവുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ഒരു പ്രയാസമോ ദുഃഖമോ ഒന്നുമില്ല. അതാണ് ഉലിയാക്കന്മാർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഈമാൻ കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്ന്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒന്നിനെയും പേടി. 2, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തിട്ട് ദുഃഖമോ വേദനയോ ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അങ്ങനെ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ, ഇവരെ പോലെ നമുക്കാകാൻ പറ്റിയില്ലെങ്കിലും ഒരല്പമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ പേടിയും ദുഃഖവും ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കും അള്ളാഹുവിന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു ഗുണമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് നന്മ ചെയ്താലും 40 പേരറിയും. നമ്മൾ എന്ത് നന്മ ചെയ്താലും 4 പേരോടെങ്കിലും എന്താണ് ആ മുഖത്തൊരു വാട്ടം. ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഖുർആൻ ഓതലായിരുന്നു, തഹജ്ജുദ് നിസ്കരിച്ചു, അതുകൊണ്ടാ. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ, നിനക്ക് എന്താണ് ഉറക്കം? രാത്രിയൊക്കെ ഖുർആൻ ഓതലും തഹജ്ജുദ് നിസ്കാരവും ഒക്കെ 3 മണിക്ക് എഴുന്നേറ്റ സുബഹി വരെ ഇരിക്കണ്ടേ? അവനോട് പറയാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. 4 പേരോട് പറയും, എന്താടാ ക്ഷീണിച്ചു പോയത്? തിങ്കളും വ്യാഴവും നോമ്പല്ലേ,
തിങ്കളും വ്യാഴവും നോമ്പല്ലേ? നമ്മുടെ അവസ്ഥ ഇതാ. 4 പേരോട് നമ്മൾ പറയും എന്ത് നന്മ ചെയ്താലും. നമ്മൾ ചെയ്യുന്ന നന്മ എല്ലാവർക്കും അറിയാം. എന്നാൽ നിനക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിനക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ 40 പേര് അറിയും. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ 4 പേര് അറിയിക്കാതെ നമുക്ക് സമാധാനം വരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാണ് ഹസനും ഹുസൈനും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, വല്ലാത്തവരും പണ്ഡിതന, വലിയ മഹാന, വെള്ള വസ്ത്രം ധരിക്കും, നല്ല വല്ലാത്ത നീളമുള്ള താടിയ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ മരണപ്പെട്ടിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോ സഹാബികൾ നോക്കുമ്പോ ഈ തോളില് ചുമട് ചുമക്കുന്ന ആൾക്കാരുടെ തോളിൽ ഉണ്ടാകുന്നത് പോലെ ഒരു അടയാളം. അലി ഇബ്നു സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിക്കുന്നവര് നോക്കുമ്പോ ഈ വെളുത്ത ശരീരത്തിൽ എന്തോ ചുമട് ചുമന്നതിന്റെ അടയാളം ഇങ്ങനെ കാണുന്നു. ഇവർക്ക് മനസ്സിലാകണില്ല എങ്ങനെ ഈ അടയാളം വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും പറഞ്ഞില്ല. മഹാനായ അലി ഇബ്നു സയ്യിദ് മഹാനവറുകളുടെ ജനാസ കുളിപ്പിച്ചു കൊണ്ടുപോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഖബറടക്കി 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോ മദീനയിലൂടെ ഇന്നുവരെ കാണാത്ത ചില ആൾക്കാർ ഇങ്ങനെ നടക്കുകയാ. നഖം വളർത്തുന്നു, നല്ല വസ്ത്രമില്ല, മുടിയൊക്കെ ജട പിടിച്ച് എവിടെയോ താമസിക്കുന്ന കുറെ ആൾക്കാര് ഇങ്ങനെ ആരോ തെരഞ്ഞു നടക്കുന്നു. അപ്പൊ അത്ഭുതത്തോടെ നോക്കുന്നു, ഇവരെവിടെ നിന്ന് വന്നതാ? അപ്പൊ ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെ തെരഞ്ഞു വന്നതാ? നിങ്ങൾ എവിടുന്ന് വന്നതാ? ആ സമയത്ത് ഇവര് പറയുക, ഞങ്ങൾ ഈ മലയുടെ അപ്പുറത്ത് താമസിക്കുന്നവരാ. ഞങ്ങളുടെ മലയുടെ അപ്പുറത്ത് താമസിക്കുന്ന ഞങ്ങൾ ഒരാളെ തെരഞ്ഞു വന്നതാ. 3 ദിവസമായിട്ട് ഒരാളെ കാണുന്നില്ല. നല്ല താടിയുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എല്ലാ ദിവസവും രാത്രി ഭക്ഷണവുമായിട്ട് ഈ മല കയറി ഞങ്ങളുടെ നാട്ടിൽ വരും. ഒരു മനുഷ്യൻ ഭക്ഷണവുമായിട്ട് ഈ മല കയറി ഞങ്ങളുടെ നാട്ടിൽ വരും. എന്നിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ ആ മനുഷ്യൻ ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ മക്കൾ 3 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് വല്ലാത്ത കരച്ചല. അതുകൊണ്ട് ആ മനുഷ്യനെ തെരഞ്ഞു വന്നതാ. അപ്പോഴാണ് പറയുന്നത്, അവര് തന്നെ ചോദിക്കുന്നു, 3 ദിവസം മുമ്പ് ഇവിടെ ആരെങ്കിലും മരണപ്പെട്ടോ? അപ്പോഴാ അറിയുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, അതായിരുന്നു സദക്ക. ആരോ അറിഞ്ഞില്ല. എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം എടുത്തുകൊണ്ട് ചുമലിൽ വെച്ചുകൊണ്ട് മല കയറി അക്കരയിൽ ചെന്നിട്ട് ആ മലയുടെ അപ്പുറത്ത് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും. മരിച്ചു കഴിഞ്ഞിട്ട് അറിയുന്നേ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൽക്കർമ്മം വേണം. അള്ളാഹു നീയെ അറിയാവത്. അള്ളാഹു നീയല്ലാതെ മറ്റാരും അറിയരുത്. അങ്ങനെ എന്തെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ രഹസ്യമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു അമല് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, എന്തെങ്കിലും അള്ളാഹുവിനും നിനക്കു മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ, നമ്മൾ രക്ഷപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, 5 നേരം നിസ്കരിച്ച എല്ലാവരും അറിയുമല്ലോ, സദഖ കൊടുക്കുന്നത് അറിയുമല്ലോ, നോമ്പ് പിടിക്കുന്നത് അറിയുമല്ലോ, ദിക്ർ പറയുന്നത് അറിയുമല്ലോ. പടച്ചവരെ, എന്ത് സൽക്കർമ്മം ചെയ്താലും നാട്ടുകാരറിയുമല്ലോ. എങ്കിലും നീയും അല്ലാഹുവും മാത്രം അറിയുന്ന ഒരു രഹസ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആ ഒരു രഹസ്യം മതി നിനക്ക് രക്ഷപ്പെടാൻ. ആ ഒരു രഹസ്യം മതി നിനക്ക് രക്ഷപ്പെടാൻ. ആ രഹസ്യമേതാ? രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമല് പറഞ്ഞു തരട്ടെ. മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, വല്ലാത്ത മഹാനും പണ്ഡിതനുമായിരുന്നല്ലോ ജുനൈദുൽ ബഅദാദി. തങ്ങൾ അവിടുന്ന് മരണപ്പെടുകയാ. അവിടുന്ന് മരണപ്പെട്ടു. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു,
നിസ്കരിച്ചു, കബറടക്കി, ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണല്ലോ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ അവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് സ്വപ്നം കാണുമ്പോ അവിടുന്ന് ചോദിച്ചു, തങ്ങളെ എങ്ങനെയാണ് അല്ലാഹു നിങ്ങളോട് പെരുമാറിയത്? മരണത്തിനു ശേഷമുള്ള ജീവിതം എങ്ങനെയാണുള്ളത്? ആ സമയത്താണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് സദഖ കൊടുത്തു, ഒരുപാട് സൽക്കർമ്മം ചെയ്തു, പക്ഷേ അതൊന്നും കൊണ്ട് വലിയ കാര്യമുണ്ടായില്ല. പടച്ചവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ നെളിഞ്ഞു നടക്കുകയാ. ഉസ്താദേ 30 കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്ന നിസ്കാരത്തടമ്പുള്ള ഉപ്പാ 30 കൊല്ലം അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ വീണല്ലോ. ഒരു വഖത്തെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? ഉപ്പമാരോട് ചോദിക്കുകയാ, 30 കൊല്ലം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നില്ലേ? ഒരു സുജൂദെങ്കിലും അല്ലാഹു സ്വീകരിച്ചെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഒരുപാട് ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, ആഴ്ചയിൽ ഖത്തം തീർക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഓതിയ ഖത്തം അല്ലാഹു സ്വീകരിച്ചെന്ന്? എന്റെ പ്രിയപ്പെട്ടവരെ, വഅദ് പറയുന്ന സിറാജ്, എനിക്ക് പറയാൻ കഴിയുമോ? ഈ പാതിരാത്രി ഇവിടെ വന്ന് കിടന്ന് തൊണ്ട പൊട്ടികെട്ട് വിളിച്ചു കൂവുന്നത് കാരണം നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല സഹോദരാ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ ഭയക്കുന്നതിനേക്കാളും ആലിമീങ്ങൾ ഭയക്കണം, നിങ്ങൾ പേടിക്കുന്നതിനേക്കാളും ആലിമീങ്ങൾ പേടിക്കണം. കാരണം എന്തെന്നറിയോ? ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? അതൊരു ആലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല മനുഷ്യനൊരു പണ്ഡിതനാ. ഏറ്റവും നല്ല മനുഷ്യനൊരു പണ്ഡിതനാ. എന്നാൽ ഏറ്റവും വഴിപഴച്ചവനാരെന്നറിയോ? ഏറ്റവും വഴിപഴച്ചവനാരെന്നറിയോ? ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അവനും ഒരു ആലിമാ. എന്റെ പ്രിയപ്പെട്ടവരോട്, വീടിന് കുറ്റിയടിക്കാൻ ഉസ്താദന്മാരെ വിളിക്കുമല്ലോ, കട ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കുമല്ലോ, താമസം കേറുമ്പോ ഉസ്താദിനെ വിളിക്കുമല്ലോ, വണ്ടി ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കുമല്ലോ. അതിനു മാത്രമല്ല അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കത്തിക്കാ അല്ലാഹു ആദ്യമായിട്ടെടുത്ത് വെക്കുന്നത് 3 വിറകുകളാ. അല്ലാഹുവിന്റെ നരകത്തെ കത്തിക്കാ അല്ലാഹു ആദ്യമായിട്ട് എടുത്ത് വെക്കുന്നത് 3 വിറകുകളാ. എന്റെ പ്രിയപ്പെട്ടവര്, ആ 3 വിറകിൽ ഒരു വിറക് ഏതെന്നറിയോ? അതൊരു ആലിമിന്റെ ശരീരമാ. നരകം ഉദ്ഘാടനം ചെയ്യുന്നതും ആലിമ് തന്നെയാ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. നരകത്തിൽ കത്തിക്കുന്നത് കല്ലുകളും മനുഷ്യനുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാണ്, റബ്ബേ, ചെയ്ത നന്മകൾ കൊണ്ടൊരു പ്രയോജനവുമില്ലാതെ പോയി. ഈ വഅദ് കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തേ നേടിയത്? അല്ലാഹുവേ, ഒരുപാട് പണ്ഡിതന്മാരിരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹ് ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. ആകാശത്തിന്റെ കീഴില് ഏറ്റവും നല്ല ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ദഅവത്തുകള്, ഞങ്ങളുടെ തദ്രീസുകള്, അല്ലാഹുവേ, ഞങ്ങളുടെ ഖിദ്മത്തുകള് സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാ, നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുത്തതും അതൊക്കെ എങ്ങനെയായി പോയി. പക്ഷേ ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനവറുകൾ പറയുകയാണ്, ഇല്ലാ റകഅത്തിൻ റകഅനാഹാ
ഫീ ജൗഫിൽ ലൈൽ. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച 2 റക്അത്തുണ്ടല്ലോ, ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയില് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ച 2 റക്അത്ത് തഹജ്ജുദുണ്ടല്ലോ, അതാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് മഹാനവറുകൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ആരും അറിയില്ലല്ലോ. കൂടെ കിടക്കുന്ന ഭാര്യ അറിയില്ല, കൂടെ കിടക്കുന്ന മക്കളറിയില്ല, കുടുംബക്കാരറിയില്ല, നാട്ടുകാരറിയില്ല. ഒറ്റയ്ക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉരുവെടുത്തിട്ട് വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുമ്പോ അല്ലാഹു വല്ലാതെ ആരും അറിയില്ല, അല്ലാഹു വല്ലാതെ ആരും കാണില്ല. ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന അമലാ. ഇത് എല്ലാവർക്കും കഴിയൂല, ഇത് എല്ലാവർക്കും കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഒരു അടയാളമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എല്ലാവർക്കും അല്ലാഹുവിനെ വല്ലാത്ത സ്നേഹമാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത സ്നേഹമാ. 36 കൊല്ലം കൊണ്ട് ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുകയാ. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നല്ലോ. പക്ഷേ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹു നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? അറിയണോ ചെറുപ്പക്കാരാ? അല്ലാഹു സ്നേഹിക്കുന്നവന്, അല്ലാഹു സ്നേഹിക്കുന്നവന് ഒരടയാളമുണ്ട്, ഒരടയാളമുണ്ട്. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിരാധനായ സർവാധിപരനായ അല്ലാഹു സ്നേഹിക്കുന്ന അടിമയ്ക്ക് ഒരടയാളമുണ്ട്, ഒരടയാളമുണ്ട്. അടയാളം നിനക്കുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അടയാളം ഏതെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അടയാളമെന്ന് പറഞ്ഞു തരുവോ? അടയാളമെന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്കുള്ള ഗുണമെന്തെന്നറിയോ? തതജാഫാ ജുനൂബുഹും അനിൽ അല്ലാഹുവേ, തന്റെ ഭാര്യയും തന്റെ മക്കളും തന്റെ കൂടപ്പിറപ്പും തന്റെ കുടുംബക്കാരും തന്റെ കൂട്ടുകാരും തന്റെ നാട്ടുകാര് എല്ലാവരും ഈ ഉള്ളാളം നിവാസികളെ മുഴുവനും 3 മണി സമയത്ത് പുതപ്പിനകത്ത് കിടന്ന് സുഖമായിട്ടുറങ്ങുമ്പോ ആരും കാണാതെ എഴുന്നേക്കുകയാ, ആരും അറിയാതെ എഴുന്നേക്കുകയാ. ഒന്നുപെടുത്തിട്ട് ലൈറ്റ് അണച്ചിട്ടിരിക്കുന്ന നിസ്കാര റൂമിനകത്ത് നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന വാപ്പാ, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു വാപ്പാ. എന്റെ ഉള്ളാളത്തുള്ള ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവന് വഴുതിന് വന്നപ്പോ ഈ പാവപ്പെട്ടവനെ വീട് മുതൽ ഇവിടെ വരെ കൊണ്ടുവരാറ് കൈകോർത്ത് പിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുവന്ന ഉള്ളാളത്തെ ചെറുപ്പക്കാരാ, മോനെ, എനിക്ക് നിന്നോട് തിരിച്ചു പറയാറുള്ളത് ഇതൊക്കെ നല്ല കാര്യമാടാ, ഇതൊക്കെ നല്ല കാര്യമാടാ. ഓരോ ചെറുപ്പക്കാരും നല്ല ആരോഗ്യമുള്ള മക്കളാ. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, തിരിച്ചു തരാനൊന്നേ ഉള്ളു മോരെ. നിനക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ എന്തെന്നറിയോ? രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കടാ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കടാ. അല്ലാഹു നിന്നെ സ്നേഹിക്കും മോനെ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും മോനെ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ആ ഒരു നിസ്കാരം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നോ, അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുകയാ. അതുമാത്രമല്ല, ഉള്ളാളം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻവാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കിടന്നു വരുന്നവർ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. തുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, നഗ്നരായിട്ട് ചെമ്പിന്റെ തറയിലൂടെ തലയുടെ മുകളിൽ പടച്ചറപ്പേ
സൂര്യനൊരിതാണ് മുകളിൽ നിൽക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. എല്ലാവരും എഴുന്നേറ്റ് വരുമല്ലോ. യാ വൈലത്താ യാ ഖസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബരീ. ഉമ്മ നിന്നെ തിരിഞ്ഞു നോക്കൂല, വാപ്പ കണ്ട പരിചയം കാണിക്കൂല, കൂടെ പറപ്പോ കൂടെ കടന്നവളോ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോ ഒരാളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പോലും പേടിച്ചു പോകുന്ന ദിവസം, അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉപ്പാ, ഇത് വെറുതെയല്ല, ഇത് വെറുതെയല്ല. ആരും അറിയാതെ രഹസ്യമായി ചെയ്തത് വെറുതെയാകില്ല. ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ, നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ. നാളെ പടച്ചറപ്പ് പിടിച്ചു നിർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ചോദിക്കുമല്ലോ. ഓരോന്നും ഓരോന്നും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും അല്ലാഹു നമ്മ ആയുസ് എന്തിന് ചിലവഴിച്ചടാ, യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചടാ, എങ്ങനെയാണ് പണമുണ്ടാക്കിയത്, എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് പടച്ചറപ്പ് നാളെ പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ദിവസമുണ്ടല്ലോ. അതിരാത്രി 10 മണി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാനം തളർന്നു കിടന്നിട്ട് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പോലും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഇത് വെറുതെയല്ല, ഇത് വെറുതെയാകില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ, ഈ പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാണ്, ഉള്ളാളം മക്കാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നിങ്ങളിൽ പലരെയും അല്ലാഹു വിളിക്കുകയാണ്, അല്ലാഹു വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാ, നിങ്ങൾക്ക് ഇന്ന് വിചാരണയില്ല, ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല. ഈ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, ഈ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. ആ ഭാഗ്യവാന്മാരാരാ, ആ ഭാഗ്യവാന്മാരാരാ? രഹസ്യമായി നിസ്കരിച്ച ഉപ്പാ, രഹസ്യമായി നിസ്കരിച്ച പെങ്ങള്, നാളെ തഹജ്ജുദ് നിസ്കരിച്ച നിനക്ക് ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ അല്ലാഹു അവസരം തരുമെന്ന് മുത്തുനബി പറയുമ്പോ റജബ് തീർന്നു, ശഅബാൻ തുടങ്ങുകയാ. എന്ത് നേടി വാപ്പമാര്, എന്ത് നേടി ചെറുപ്പക്കാരാ? 10-25 ദിവസം വാഴ കേട്ടവരല്ലേ നിങ്ങള്? ഒരുപാട് പണ്ഡിതന്മാര് വന്നല്ലോ, ഒരുപാട് സയ്യിദന്മാര് വന്നല്ലോ, ഒരുപാട് നേതാക്കന്മാര് വന്നല്ലോ. അല്ലാഹുവേ, ഇന്ന് ഈ നിമിഷം വരെ ആരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ? ഏതൊക്കെ തങ്ങന്മാര് വന്നിട്ടുണ്ടോ? ഏതൊക്കെ സയ്യിദന്മാര് വന്നിട്ടുണ്ടോ? ഏതൊക്കെ നേതാക്കന്മാര് വന്നിട്ടുണ്ടോ? അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലോ, അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലോ. ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്ത് നേടി സഹോദരാ? റജബ് തീരുന്നു, ശഅബാൻ വരികയാണ്. റമദാൻ വരുന്നതിന് 2 മാസം മുമ്പ് ഒരുങ്ങാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. എന്തേ ഒരുങ്ങിയത്? എങ്ങനെയാ ഒരുങ്ങിയത്? എന്ത് തയ്യാറെടുപ്പാ നടത്തിയത്? റജബുൻ ശഹറുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ
അള്ളാടെ മാസമായിരുന്നില്ലേ? ഇത് അള്ളാടെ മാസമായിരുന്നില്ലേ? റജബ് എന്റെ മാസമാണെന്ന് അള്ള പറഞ്ഞതല്ലേ? അള്ളാന്റെ മാസത്തിൽ ചെയ്ത തോന്നിവാസം ഓർത്തു നോക്ക്, അഹങ്കാരം ഓർത്തു നോക്ക്, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തു നോക്ക്. സാധാരണ ഒരു മാസമായിരുന്നില്ലല്ലോ റജബ് എന്റെ സഹോദരാ. അതുകൊണ്ട് ഇനിയും നിനക്ക് അവസരമുണ്ട്, ഇനിയും നിനക്ക് അവസരമുണ്ട്. അള്ളാടെ മുന്നിൽ കരയാ, അള്ളാടെ മുന്നിൽ ദുആ ചെയ്യാ. ആലിമീങ്ങളും ഹാഫിളീങ്ങളും ഔലിയാ ഹാജിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും ആയിരങ്ങൾ വന്നിരിക്കുന്ന മജ്‌ലിസല്ലേ, വെള്ളിയാഴ്ച രാവല്ലേ, ഒന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് തൗബ ചെയ്തുകൂടെ, ഒന്ന് നന്നായി കൂടെ? നാളത്തേക്ക് മാറ്റിവെക്കല്ലേ, നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. എപ്പ എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. എന്താ റജബ് വന്നപ്പോ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് റജബ് വരുമ്പോ വീട് വൃത്തിയാക്കും, പരിസരം വൃത്തിയാക്കും, ചെലന്തി വല കളയും, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിക്കും. എന്തേ ഉമ്മ? റമളാൻ വരുന്നു മോളെ, റമളാൻ വരുന്നു മോനെ. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ വീടും പരിസരവും വൃത്തിയാക്കി. റജബ് തീർന്നു, നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നു, ഇതുപോലൊരു ചാൻസ് ഇനി അള്ള തരൂല. ഇതുപോലൊരു അവസരം കിട്ടണമെന്നില്ല ഉപ്പമാരെ, ചെറുപ്പക്കാരാ. മോനെ, എത്ര വലിയ പാപം ചെയ്താലും, കള്ളു കുടിച്ചാലും, വ്യഭിചരിച്ചാലും, പലിശ തിന്നാലും, തോന്നിവാസം കാണിച്ചാലും, എത്ര വലിയ വൃത്തികേട് കാണിച്ചാലും അള്ളാനോട് പറ, അള്ള പുറത്തു തരും. അള്ളാഹു ഗഫൂറ, അള്ള റഹീമ. നിന്റെ അള്ള ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തവനാ, സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നിന്റെ അല്ല. എന്തിനാ പേടിക്കുന്നേ? ഖുൽയാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. നാളത്തേക്ക് മാറ്റിവെക്കരുത്, നാളത്തേക്ക് മാറ്റിവെക്കരുത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, എനിക്കറിയുന്ന ഒരു സഹോദരൻ 24 വയസ്സുണ്ട്, 24 വയസ്സുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. വീടിന്റെ മുകളിൽ കയറി സെൻസൈഡിൽ കിടക്കുന്ന ഇലകൾ എടുത്ത് വെളിയിലേക്ക് കളയാൻ. സെൻസൈഡിൽ കുറച്ച് വേസ്റ്റ് കടന്നു, കുറച്ച് ഇലകൾ കടന്നു. അതൊന്ന് താഴേക്ക് തെള്ളിയിടുന്നതിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ ഇറങ്ങിയതാ. കാല് തെറ്റിയിട്ട് താഴെ വീണു, കാല് തെറ്റിയിട്ട് താഴെ വീണു. എവിടെയാ പോയി വീണതെന്നറിയോ? തുണി കഴുകുന്ന കല്ലിന്റെ മുകളിലാ. തുണി കഴുകുന്ന കല്ലിന്റെ മുകളിൽ ആ തല പോയി അടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോ ക്യാൻസറോ ട്യൂമറോ മാരക രോഗങ്ങളോ ഉള്ളവനായിരുന്നില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ ഈ വയലിന് വന്ന നമ്മളൊക്കെ തിരിച്ചു വീടെത്തുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാവുന്നുമില്ല. ഞാൻ എന്റെ വയത് കേൾക്കുന്നവരോട് ഞാൻ പറയും, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാൾ എന്ത് നേടി? ഇത്രയും നാൾ എന്ത് നേടി? ഞാനിങ്ങനെ ഇന്ന് വണ്ടിയിൽ വരുമ്പോ ഞാനൊരു അറബി ബൈത്ത് കേട്ടു. എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു കുളിർമ തോന്നിയ ഒരു വല്ലാത്ത ഒരു ബൈത്ത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അത് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. സാധാരണ പാട്ട് കേൾക്കാറില്ല. ഇന്നൊരു അറബി ബൈത്ത് കേട്ടപ്പോ വല്ലാത്ത മനസ്സിന് വല്ലാത്ത കുളിർമ തോന്നി.